ഹലോ, നമസ്കാരം. ഈ അടുത്ത് തിയേറ്ററിൽ പോയി കണ്ട 3 സിനിമയെ കുറിച്ചാണ് ഇന്ന് പറയാനുള്ളത്. 3 ഇംഗ്ലീഷ് സിനിമയാണ്. ആദ്യത്തേത് മെറ്റീരിയലിസ്റ്റ് എന്ന് പറഞ്ഞ സിനിമയാണ്. പാസ്റ്റ് ലൈഫ്സ് എന്ന് പറഞ്ഞ സിനിമ എടുത്ത അവരുടെ തന്നെ സെക്കൻഡ് ഫിലിമാണ്. ഒരു റൊമാൻറ്റിക് കോമഡി സിനിമയാണ്. ഡെക്കോട്ട ജോൺസൺ, ക്രിസ് ഇവാൻസ്, അതേപോലെ തന്നെ പെഡ്രോ പാസ്കൽ. ഒരു സ്ത്രീ അവർ മാരേജിന് ആൾക്കാരെ കണക്ട് ചെയ്യുക, മാച്ച് മേക്കറാണ്. അവർ കല്യാണം കഴിച്ചിട്ടില്ല, അവർ മാച്ച് മേക്കറാണ്. അങ്ങനെ അവർ ഒരു ഈവൻറ്റിൽ വെച്ചിട്ട് ഒരാളെ കാണുന്ന ഒരു ഡോക്ടറാണ് പെഡ്രോ പാസ്കൽ. അങ്ങനെ പെഡ്രോ പാസ്കലുമായിട്ട് അവർ ലവ് വരികയാണ്. ആ പെൺകുട്ടിയുടെ ഒരു എക്സ് ബോയ്ഫ്രണ്ട് ഉണ്ട്, നാടകമൊക്കെ കളിച്ച്. പക്ഷെ എവിടെ എത്താതെ അങ്ങനെ ഒരു സമയത്ത് അവർ പിരിയാണ്. അപ്പോൾ ഒരു ലവ് ട്രയാങ്കിൾ സിനിമയാണ്. എനിക്കിഷ്ടപ്പെട്ടു. ഒരു സിമ്പിൾ സിനിമ. പാസ്റ്റ് ലൈഫ്സ് ഞാൻ കണ്ടിട്ടില്ല. പാസ്റ്റ് ലൈഫ്സ് ഇസ് സപ്പോസ് ടു ബി എ മച്ച് ബെറ്റർ മൂവി എന്നാണ് ആൾക്കാർ പറയുന്നത് കേട്ടിട്ടുള്ളത്. അത് കാണണം. ബട്ട് മെറ്റീരിയലിസ്റ്റ് ഇസ് നോട്ട് എ ബാഡ് മൂവി. മാത്രമല്ല, എനിക്ക് ക്രിസ് ഇവാൻസിനെയും പെഡ്രോ പാസ്കലിൻ്റെയും ഡെക്കോട്ട ജോൺസിൻ്റെയൊക്കെ സിനിമകൾ കാണാൻ ഇഷ്ടമാണ്. അവരുടെ അഭിനയം നന്നായിട്ടുണ്ട്. അതാണ് ആദ്യത്തെ സിനിമ, മെറ്റീരിയലിസ്റ്റ്. രണ്ടാമത്തെ സിനിമ സൂപ്പർമാൻ. സൂപ്പർമാൻ എന്ന് കേൾക്കുമ്പോൾ തന്നെ എനിക്ക് ക്രിസ്റ്റഫർ റീവ്സിനെ ഓർമ്മ വരിക. കാരണം എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, 80കളിൽ സൂപ്പർമാൻ വന്ന സമയത്ത് ഞാൻ തിയേറ്ററിൽ പോയി കണ്ടതാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം വളരെ എല്ലാവരും അതിൻ്റെയൊക്കെ കാർട്ടൂൺ മാത്രം കണ്ടിട്ട്, സിനിമകളും ഉണ്ടായിരുന്നു, സീരീസ് ആയിട്ട് ടി വിയിൽ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ആദ്യമായിട്ടാണ് ഒരു ഫുൾ സ്ക്രീനിൽ, അതും ഭയങ്കര എഫക്റ്റൊക്കെ ആയിട്ട് ഒരു സിനിമ വരുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് തോന്നുന്നത് കുറേ സൂപ്പർമാൻ സിനിമകൾ ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ ക്രിസ്റ്റഫർ റീവ്സ് കുതിരേൻ്റെ മുകളിൽ നിന്ന് വീഴുന്നു, സുഖമില്ലാണ്ടാവുന്നു, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അപ്പോൾ എപ്പോഴും സൂപ്പർമാൻ എന്ന് പറയുന്ന സമയത്ത് പെട്ടെന്ന് എൻ്റെ മനസ്സിൽ വരിക ആ സൂപ്പർമാൻ ക്യാരക്ടർ ചെയ്ത ക്രിസ്റ്റഫർ റീവ്സിനെ പോലൊരു അയാൾ പോലും എത്ര വൾണറബിളാണ്. ഒരു വീഴ്ചയിൽ പിന്നെ ജീവിതകാലം മുഴുവൻ ഈ കുഡൻ വാക്ക് ഡേ. അപ്പോൾ ഈ സിനിമ മാത്രമല്ല, ഇപ്പം മാർവൽ മൂവീസും DC മൂവീസും നോക്കുകയാണെങ്കിൽ മാർവൽ മൂവീസിനാണ് കൂടുതൽ ഇപ്പം ആൾക്കാർ കാണുകയൊക്കെ ചെയ്യുന്നത്. DC കോമിക്സിൻ്റെ മൂവീസ് ഇപ്പോൾ ബാറ്റ്മാൻ ആയാലും അതേപോലെ സൂപ്പർമാൻ ആയാലും അതിനൊന്നും അങ്ങോട്ട് ആ ഒരു ക്ലച്ച് പിടിക്കുന്നില്ല. പക്ഷേ ഈ സിനിമ നന്നാവും. ഇത് DC മൂവീസിനെ ഇത് രക്ഷപ്പെടുത്തുമെന്നൊക്കെയായിരുന്നു ചോദ്യം. അതിൻ്റെ ആക്ടറെ ഞാനിത് വേറെ സിനിമ കണ്ടിട്ടുമില്ല. പക്ഷെ എന്തായാലും സൂപ്പർമാൻ സിനിമയാണ്, കാണാം എന്ന് വിചാരിച്ച് കണ്ടു. എനിക്കിഷ്ടപ്പെട്ടു. ഒരു തമാശ ഉണ്ട്, ഒരു സൂപ്പർ ഡോഗ് ഉണ്ട്, പിന്നെ അതിൽ കൃത്യമായി രാഷ്ട്രീയം പറയുന്നുണ്ട്. അതായത് ചില സീനുകൾ നോക്കിക്കഴിഞ്ഞിട്ട് എക്സാക്ട്ലി ഇന്നതാണെന്ന് പറയുന്നില്ല, പക്ഷേ ഒരു ഇസ്രായേൽ പലസ്തീൻ യുദ്ധത്തെക്കുറിച്ചിട്ടുള്ള സംഭവവും, അതിൽ അണ്ടർ ഡോഗ്സ് ആയിട്ട് നിൽക്കുന്ന പലസ്തീൻ എന്നുള്ള രീതിയിലല്ല, ജഹാൻപോർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു പേരിലാണ്, ബ്രവേറിയ എന്ന് പറഞ്ഞിട്ടുള്ള പേരിൽ. അത് ഇസ്രായേലിനെ പോലെ. കാരണം എന്ന് വെച്ചാൽ അവർ സംസാരിക്കുന്നതും അതും ഇതൊക്കെ വെച്ചിട്ട് അവരുടെ ഒരു ആക്സൻറ്റും കാര്യങ്ങളൊക്കെ വെച്ച് നമുക്ക് ഏതാണ്ടൊക്കെ മനസ്സിലാക്കാം ഉദ്ദേശം എന്താണെന്നുള്ളത്. അപ്പം പിന്നെ ഏലിയൻ എന്നുള്ളത്, ഇപ്പോൾ അമേരിക്കയിലൊക്കെ ഇമിഗ്രേഷൻ്റെ പ്രശ്നം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ സൂപ്പർമാൻ ഏലിയൻ ആണല്ലോ. അപ്പോൾ ഏലിയൻ പോകണം, ഇത് ഞങ്ങളുടെ നാടാണ്, മറ്റുള്ളവർ പുറത്തു പോകണം എന്നുള്ള കാര്യങ്ങളൊക്കെ അത് വളരെ കൃത്യമായിട്ടിതിൽ പറയുന്നുണ്ട്. ദർ ഇസ് എ വെരി ഒബ്വിയസ് പൊളിറ്റിക്കൽ അണ്ടർടോൺ ടു ദാറ്റ് സ്റ്റോറി. അത് കണ്ടപ്പോൾ ഞാൻ ആലോചിച്ച്, ഇതുപോലുള്ള സിനിമകൾ, അതായത് ഫാൻറ്റസി ഇതുപോലുള്ള സിനിമകൾ അതിൻ്റെ കഥയുടെ ഭാഗത്ത് നിന്ന് നമ്മളുടെ റിയൽ വേൾഡിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചിട്ടൊരു പൊളിറ്റിക്കൽ സ്റ്റാൻഡ് എടുക്കാനും അത് എന്താണ് ശരിയെന്ന് തോന്നുന്ന ചില കാര്യങ്ങൾ പറയാനുമൊക്കെ ഇങ്ങനത്തെ സംഭവങ്ങൾ ഉപകാരപ്പെടും എന്നുള്ളൊരു സംഭവം. പല ആൾക്കാരും ചെയ്തോളണമെന്നില്ല, പക്ഷേ സൂപ്പർമാനിലുണ്ട്. അതർ ദാൻ ദാറ്റ് എനിക്ക് തോന്നുന്നത്, ഫർഗെറ്റ് അബൌട്ട് ഓൾ ദോസ് പൊളിറ്റിക്കൽ അണ്ടർ ടോൺസ് ആൻഡ് എവറിത്തിങ്, ഐ തിങ്ക് ആസ് എ മൂവി ഇറ്റ് സെൽഫ് സൂപ്പർമാൻ എന്നുള്ള സിനിമ എനിക്കിഷ്ടപ്പെട്ടു. ഐ തിങ്ക് ഇറ്റ്സ് എ ഗുഡ് മൂവി. ഞാൻ ചില DCയുടെ സിനിമകൾ കണ്ടിട്ട് എനിക്ക് അത്ര ഇഷ്ടപ്പെടാണ്ട് പോയിട്ടുണ്ട്. ഇതിന് മുമ്പ് വന്നിട്ടുള്ള സൂപ്പർമാൻ സിനിമകൾ ഞാൻ കണ്ടിട്ടില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഈ റീസെൻ്റ്ലി വന്നിട്ടുള്ള 1-2 സിനിമകളുണ്ടെങ്കിൽ കണ്ടിട്ടില്ല. എപ്പോഴും മാർവൽ ആണെങ്കിൽ കാണും, DC ആണെങ്കിൽ അങ്ങനെ
വേണ്ട പിന്നെ കാണാമെന്നുള്ളത് പറഞ്ഞിട്ട് വെക്കലാണ് പതിവ്. മൂന്നാമത്തെ സിനിമ F1, ഫോമുല മറ്റേ റേസിംഗ് കാറിൻ്റെ സിനിമ. ബ്രാഡ് പിറ്റ്, ജാവിയർ ബാർഡെം ഒക്കെ അഭിനയിക്കുന്ന സിനിമ. നിങ്ങൾ കാർ റേസിംഗ് എന്തൂസിയാസ്റ്റ് ഒക്കെ ആണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടില്ല, ഇതൊന്നും എനിക്ക് അറിഞ്ഞൂടാ. കാരണം ഞാൻ അങ്ങനെ കാർ എന്തൂസിയാസ്റ്റ് ഒന്നും അല്ല. മാത്രമല്ല റേസിംഗ് ഫോളോ ചെയ്യുന്ന വ്യക്തിയൊന്നുമല്ല. പിന്നെ മോള് അവൾക്കൊക്കെ റേസിങ് വളരെ ഇഷ്ടമാണ്. അവൾക്ക് അങ്ങനത്തെ കാര്യങ്ങൾ കാണാനും ടി വിയിലൊക്കെ പോകും. ഓള് പോയി കണ്ട്. പക്ഷേ എനിക്ക് ആ സിനിമയിൽ ബ്രാഡ് പിറ്റിൻ്റെയും ജാവിയർ ബാർഡെമിൻ്റെയും എന്താ പറയുക, ആ ക്യാരക്ടേഴ്സ്, അവരുടെ അഭിനയം, പിന്നെ സിനിമയിൽ നിന്ന് മുന്നോട്ട് പറയുന്നൊരു സമയത്ത് ഏജ് എന്നുള്ളത് യു കുഡ് ഗെറ്റ് എ സെക്കൻഡ്, തേർഡ് ആൻഡ് ഫോർത്ത് ചാൻസ് ആഫ്റ്റർ എ ലോങ് ടൈം എന്ന് പറയുന്നത്. പ്രാക്ടിക്കലി നമുക്ക് ഒരു 19 വയസ്സിൽ നമ്മളൊരു കായികമായിട്ടുള്ള എന്തിലെങ്കിലും ചെറുപ്പത്തിലുണ്ടായിരുന്നു വെച്ചാൽ 50 വയസ്സിൽ കുറേ കാലത്തെ ഒരു ഇടവേളയ്ക്ക് ശേഷം അതിലേക്ക് തിരിച്ചു പോകാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഐ ഡോണ്ട് നോ. ഫിസിക്കലി വി വിൽ ഗെറ്റ് ഓൾഡ്, റൈറ്റ്? പക്ഷെ അതല്ലെങ്കിൽ തന്നെ ഒരു സെക്കൻഡ് ചാൻസിനെ കുറിച്ചും ഒരു തേർഡ് ചാൻസിനെ കുറിച്ചും ജീവിതത്തിൽ ഒരു പ്രായം കഴിഞ്ഞാൽ ഇനിയൊന്നും ചെയ്യാൻ പറ്റില്ല എന്നൊക്കെയുള്ള പണ്ടൊക്കെ ആൾക്കാർ പറയില്ലേ, പ്രായമായില്ല ഇനിയിപ്പോൾ എന്ത് ചെയ്തിട്ടാ കാര്യം എന്നുള്ളത്. അതിനെയൊക്കെ ബ്രേക്ക് ചെയ്യുന്ന രീതിയിലുള്ളൊരു സംഭവമാണ്. മാത്രമല്ല 2 സുഹൃത്തുക്കളുടെ സംഭവം, ദാറ്റ് എന്താ പറയുക, അവരുടെ ദ കമ്മിറ്റ്മെൻറ്റ് ടുവേർഡ്സ് ഈച്ച് അതർ, ദ ഫാക്ട് ദാറ്റ് ദേ ലവ് ഈച്ച് അതർ, അങ്ങനത്തെ കുറേ ആ ഒരു ബന്ധങ്ങൾ, സുഹൃത്തുക്കൾ തമ്മിലുള്ള ബന്ധം വളരെ കൃത്യമായിട്ട് ആ സിനിമയിൽ കാണിച്ചിട്ടുണ്ട്. പിന്നെ ഒബ്വിയസ്ലി ഇറ്റ് ഈസ് എക്സൈറ്റിംഗ് ഈ കാർ റേസ് കാണുക, അതിനുള്ള റൈവൽറി ഒക്കെ അതിലൊരു മെയിൻ പാർട്ടാണ്. ആൻഡ് ദ എമൗണ്ട് ഓഫ് എഫേർട്ട് ദാറ്റ് എനി വൺ പുട്ട്സ്, അതായത് ജീവിതത്തിലൊന്നും എന്തെങ്കിലും അച്ചീവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വി നീഡ് ടു മേക്ക് ഷുവർ ദാറ്റ് വി പുട്ട് ദ എഫേർട്ട് ദാറ്റ് ഈസ് നീഡഡ്. എനിക്കിഷ്ടപ്പെട്ടു. അങ്ങനെ 3 സിനിമകൾ നമ്മൾ പരിചയപ്പെടുത്താം. അങ്ങനെ സിനിമകൾ, ഒറ്റ സിനിമകൾ പരിചയപ്പെടുന്നതിന് പകരം ഐ തോട്ട് ദിസ് വുഡ് ബി മച്ച് മോർ ഈസിയർ. കാരണം എന്താ വെച്ചാൽ നമ്മൾ കാണുന്നത് ഓരോ സിനിമയ്ക്കും ഇങ്ങനെ വീഡിയോ ഉണ്ടാക്കി ഇടാൻ വലിയ ബുദ്ധിമുട്ടാണ്. ജസ്റ്റ് എ സ്മോൾ ഇൻട്രൊഡക്ഷൻ ടു ദ മൂവീസ് ദറ്റ് ഐ വാച്ച്. എന്നാൽ പിന്നെ അങ്ങനെയാക്കാം. താങ്ക് യു.